Hi all, welcome to Shortcuts. ഓരോ ഷോർട്ട് ഫിലിമും നമുക്ക് സമ്മാനിക്കുന്നത് കാഴ്ചയുടെ വ്യത്യസ്തതയുടെ നവ്യ അനുഭവമാണ്. അത്തരത്തിൽ മനോഹരമായ ഒരു ഷോർട്ട് ഫിലിമുമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം ഷോർട്ട്കട്സിലേക്ക്. ഷോർട്ട്കട്സിലൂടെ ഇന്ന് നമ്മൾ പ്രീമിയർ ചെയ്യാൻ പോകുന്ന ഷോർട്ട് ഫിലിമിന്റെ പേരാണ് കൽക്കി. കൽക്കി എന്ന ഷോർട്ട് ഫിലിമിന്റെ ക്രൂ മെമ്പേഴ്സ് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ആദ്യം നമുക്ക് അവരെ പരിചയപ്പെടാം, അതിനുശേഷം പ്രീമിയറിംഗിലേക്ക് പോകാം. വെൽക്കം ടു ദ ഷോ. പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ഹരീഷ്. ഞാനാണ് ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ കൽക്കി? കൽക്കി എന്ന വാക്ക് നമ്മൾ കലികാലത്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ചിത്രത്തിന്റെ പേരായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടുതലായിട്ട് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, അതിന് നേരെ ഒന്നും ചെയ്യാനാവാതെ പലപ്പോഴും പോലീസും നിയമവും കോടതിയും ഒക്കെ സാധാരണക്കാരന് നീതി കൊടുക്കേണ്ട കോടതിയും നിയമങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഉള്ളൊരവസ്ഥയാണ് ഈ ഒരു ഷോർട്ട് ഫിലിം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ വളരെ അധികം കോൺട്രവേഴ്സി ആയ നമ്മുടെ ഗോവിന്ദചാമി ഉൾപ്പെട്ട കേസ്, അപ്പോൾ ആ കേസിൽ സുപ്രീം കോടതി ഒടുവിൽ ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയുണ്ടായി. അപ്പോൾ ആ വാർത്ത കാണുന്ന വേറൊരു കേസിൽ അകപ്പെട്ട കുട്ടിയുടെ അച്ഛന്റെ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ഈ കഥ വികസിക്കുന്നത്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുക്കാൻ? കാരണം അത് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ ഓരോ വ്യക്തികളുടെ മനസ്സിലുണ്ടാവും ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കണം. ഇതൊരു ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ കൊണ്ടുവരണം എന്ന് എപ്പോഴാണ് തോന്നിയത്? നമ്മൾ ദിനവും പത്രം വായിക്കുമ്പോൾ ഒരുപാട് നമ്മളെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്ന വാർത്തകൾ നമ്മൾ ഒരു ദിവസം കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച അല്ലെങ്കിൽ വേദനിപ്പിച്ച ഒരു വാർത്തയാണ് ഈ സെപ്റ്റംബർ 16 ഞാൻ വായിച്ച ഈ ഗോവിന്ദചാമിയെ വെറുതെ വിട്ടു എന്ന്. അപ്പം അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അതായത് ഇത്രയും കോൺട്രവേഴ്സി ആയ ഒരു കേസിൽ പോലും പ്രതിക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പോലീസിനോ നിയമത്തിനോ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് ബാക്കിയുള്ള കേസുകളിൽ അല്ലെങ്കിൽ പൊതുജനത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. അതായത് അവർക്കുണ്ടായിരുന്ന പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു വാർത്ത വായിച്ചപ്പോൾ പെട്ടെന്ന് ഉണ്ടായ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പം ഈ കഥ ആദ്യം എൻ്റെ ഒരു സുഹൃത്താണ് ഈ കഥ എഴുതിയത്. അപ്പം അതിൻ്റെ ഒരു ക്ലൈമാക്സും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ വിഷയമൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ എന്തായാലും ഈ ഒരു കഥ ഈ ഒരു പ്രശ്നത്തോടെ ബന്ധിപ്പിച്ച് തന്നെ ചെയ്യണമെന്ന് അന്നാണ് തോന്നിയത്. ഈ ഒരു വിഷയത്തെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഷോർട്ട് ഫിലിംസ് വന്നിട്ടുണ്ട് ഓൾറെഡി. എന്തൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്? ഇതിൽ എനിക്ക് തോന്നിയ ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഷോർട്ട് ഫിലിം കാണുന്നത് കൂടുതൽ ആൾക്കാർ യൂട്യൂബിലാണല്ലോ അല്ലെങ്കിൽ മൊബൈലാണ്. അപ്പോൾ അവരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് നമ്മൾ ഡ്രൈ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത് തുടങ്ങിയാൽ എത്ര പേര് അത് കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പം ഇതിന് വേറൊരു ആംഗിളിൽ നിന്നും കഥ പറഞ്ഞു തുടങ്ങിയിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് എത്തിക്കണമായിരുന്നു. പിന്നെ നമ്മൾ ഈ ഷോർട്ട് ഫിലിമിൽ നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഒരു സ്ത്രീ കഥാപാത്രം പോലും ഈ ഷോർട്ട് ഫിലിമിലില്ല. നമ്മൾ ഈ ഒരു കഥ പറയുന്നത് വെറും ഒരു മുറിക്കകത്ത് ഇരുന്നുകൊണ്ട് ഉള്ള കോൺവെർസേഷൻസിലൂടെയാണ്. അപ്പം നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ TV-യിലെ ന്യൂസ് ഷോർട്സ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ന്യൂസ് ചാനൽസിൻ്റെ ഷോർട്സ് ഒക്കെ കാണുകയും നമുക്ക് ഏത് ഷോർട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏത് ബൈക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരുപാട് റിസർച്ച് വേണ്ടി വന്നു. പക്ഷേ ഭാഗ്യവശാൽ നമുക്ക് കറക്റ്റ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ പ്രശ്നം പറയത്തക്ക രീതിയിലുള്ള ഷോർട്സ് കിട്ടിയത് കൊണ്ട് അത് വളരെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരിക്കലും ഒരു അമച്വർ ആർട്ടിസ്റ്റിനെ കൊണ്ട് പറ്റൂല എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ മുന്നിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു രൂപം ഇന്ദ്രൻ സേനൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഇന്ദ്രൻ സേനോട് ഈ കഥ പറയുകയും പുള്ളി ഇത് കഥ കേട്ടപ്പോൾ തന്നെ ചെയ്യാൻ സമ്മതിച്ചു. പിന്നെ ഇന്ദ്രൻ സേനനെ നമുക്കെല്ലാം അറിയാവുന്ന ഒരുപാട് തിരക്കുള്ളൊരു നടനാണ് ഇപ്പോൾ. അപ്പോൾ ഇന്ദ്രൻ സേനൻ്റെ ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ സിനിമയുടെ തിരക്കിൽ നിന്ന് ഒരു ദിവസം ഇന്ദ്രൻ സേനനെ കൊണ്ടുവരിക, ഒരു ദിവസം കൊണ്ട് ഇന്ദ്രൻ പോർഷനെല്ലാം ഷൂട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ റോള് ചെയ്തത് വിനീത് മോഹൻ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം. ആട് കപ്പ്യാരെ കൂട്ടമണി പോലുള്ള സിനിമകളിലൂടെ പ്രശസ്തനായ വിനീതാണ് രണ്ടാമത്തെ റോള് ചെയ്തിരുന്നത്. അപ്പോൾ വിനീതിൻ്റെ ഡേറ്റും ഇതിൻ്റെ അകത്ത് മാനേജ് ചെയ്യണമായിരുന്നു.
പിന്നെ നമുക്ക് മൊത്തം 2 ദിവസം കൊണ്ട് ഷൂട്ട് തീർക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെതായ ബന്ധപ്പെട്ട ഒരുപാട് പ്രിപ്പറേഷൻ സ്റ്റോറിയിലും ആർട്ട് വർക്കിലും എല്ലാം വേണ്ടി വന്നു. പിന്നെ റബിനാണ് മൂന്നാമത്തെ റോള് ചെയ്തത്. പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് റബിൻ റഞ്ജി. ഞാൻ എൻ്റെ അത്ര ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ പ്രൊഡക്ഷനും ഞാൻ തന്നെയാണ്. അല്ലേ? അപ്പം പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ചെലവും കാര്യങ്ങളൊക്കെ? അതാണ് ഒരു പ്രൊഡ്യൂസറെ നമ്മൾ ആദ്യം കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര രൂപ ചെലവായി, എത്രയായിരുന്നു ബഡ്ജറ്റ്, അത് അതിൽ ഒതുങ്ങി നിന്നോ, അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഈ റഞ്ജി ബ്രദേഴ്സിൻ്റെ ബാനറിലാണ് ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത്. കുറച്ച് നാളായിട്ട് ഈ ബാനറിൽ ഒരെണ്ണം ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പിന്നീടാണ് ഹരീഷ് ഇങ്ങനത്തെ ഒരു തീം പറയുകയും ഈ ഒരു ഷോർട്ട് ഫിലിം തന്നെ ചെയ്യാം എന്ന് മുന്നോട്ട് തന്നെ പോയത്. ഭാഗ്യവശാൽ നമ്മുടെ ബഡ്ജറ്റിങ്ങും കാര്യങ്ങളും എല്ലാം വിത്തിൻ ദ ബഡ്ജറ്റ് ആൻഡ് വിത്തിൻ ദ ലിമിറ്റ്സ് ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും ഒരു എക്സ്ട്രാ ഒരു ലിമിറ്റിലേക്ക് ബഡ്ജറ്റ് പോയിട്ടില്ല. അത് ബേസിക്കലി ഒരു ഫ്ലാറ്റിൻ്റെ അകത്തുള്ള ഒരു ഷൂട്ടിംഗ് അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പം എന്തായാലും നമുക്കിനി പ്രീമിയറിംഗിലേക്ക് പോകാം. പോയിട്ട് തിരിച്ചു വന്ന ബാക്കി വിശേഷങ്ങൾ. ആയിക്കോട്ടെ. ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി 7 വർഷം തടവാക്കി കുറച്ചിരിക്കുന്നു. വിധിയുടെ വിശദാംശങ്ങളുമായി PR സുനിലാണ് നമുക്കൊപ്പം. എന്നോടൊന്നും മുണ്ടാണ്ടിരിക്കാൻ ഞാൻ എന്നാ തെറ്റാ ചെയ്തത്? എനിക്ക് മുണ്ടാനും പറയാനും ഒന്നുമില്ല ചന്ദ്രി. ആഹാ, രാവിലെ തന്നെ എഴുന്നേറ്റാ മോനെ കുറസോവാ. എന്നിട്ട് എന്തായി, എഴുതി തീർന്നാ? രാവിലെ തന്നെ പൂജിക്കാതെ പോടെ. എടാ, എന്റെ മെയിൻ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് എത്ര ഏട്ടം കൂടി ശരിയാവുന്നില്ല. ഞാൻ ഒരുപാട് പടം കണ്ടു നോക്കി, ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇത് തന്നെയല്ലേ നീ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞ് ഉറക്കമുളച്ചാലൊന്നും ക്യാരക്ടറിനെ കിട്ടത്തില്ല. അതിനെ നല്ലോണം വായിക്കണം, എഴുതണം, പിന്നെ യാത്ര ചെയ്യണം. പിന്നെ ചുമ്മാ ഇംഗ്ലീഷ് പടം കണ്ടുകൊണ്ടിരുന്നാലൊന്നും ക്യാരക്ടറിനെ കിട്ടത്തില്ല. ഒന്ന് പോടെ. എല്ലാവരും കഥ എഴുതി നോവലോജൊക്കെയല്ലേ സിനിമയിലെത്തിയത്. ഉദാഹരണത്തിന് നമ്മുടെ കിം കിടുവിന്റെ കാര്യം എടുത്തു നോക്കൂ. നമ്മളെ പോലൊരു സാധാരണ മനുഷ്യൻ, അതേപോലെ ഡയറക്ടർ ആയില്ലേ? എന്ത് പറഞ്ഞാലും അവന്റെ ഒരു കിം കിടുവക്കും ടാരന്റീനോയും. ഒരു കലാകാരന് ജീവിതാനുഭവം ഉണ്ടാവണം, എങ്കിലേ നല്ല കഥ ഉണ്ടാക്കാൻ പറ്റൂ. അനുഭവങ്ങളില്ലാത്തതാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നീ ഒരു കാര്യം ചെയ്യ്, സമൂഹത്തിലേക്ക് ഇറങ്ങ്, എന്നിട്ട് ജീവിതം എന്താണെന്ന് പഠിക്കുക. ഓ ശരി സാർ, അങ്ങയുടെ ഉപദേശത്തിന് നന്ദി. നീ ആദ്യം പോയി പല്ല് വയ്ക്കേ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്തെങ്കിലും ചെയ്യും. ഞാൻ എന്തെങ്കിലും ചെയ്യും. ഷോർട്ട് കട്ട്സിൽ ഇനി ഒരു ചെറിയ ബ്രേക്ക് ആണ്. എന്റെ പടത്തിന്റെ അഡ്വാൻസ് കിട്ടുന്നതിന് അന്ന് നിന്റെ എല്ലാ കടം ഞാൻ സെറ്റിൽ ചെയ്യും. ദൈവമേ, എന്നാണാവോ ആ സുദിനം? ഓ പുച്ഛം. എടാ, എല്ലാ കലാകാരന്മാർക്കും ഉണ്ടായിരുന്നു പണ്ട് ഇതുപോലെ പുച്ഛിക്കുന്ന കുറെ കൂട്ടുകാർ. പിന്നീട് അവരെ ദൂരത്ത് ലജ്ജിച്ചിട്ടുമുണ്ട്. Malabar Gold and Diamonds. Shortcut brought to you by Malabar Gold and Diamonds. Brides of India. Celebrate the beauty of life. Celebrated by Indo Heritage International Aeropolis Private Limited, Pathanamthitta. An initiative by Global Indian Association, GIA. 1.5 നൂറ്റാണ്ടായി ചുമയ്ക്ക് ആശ്വാസം നൽകുന്നു ഏലാദി കപ്പ് സിറപ്പ്. കുട്ടികൾക്ക് പീഡിയാട്രിക് കപ്പ് സിറപ്പ്, ഷുഗർ പേഷ്യൻസിന് ഷുഗർ ഫ്രീ കപ്പ് സിറപ്പ് പ്രത്യേകം ലഭ്യമാണ്. കണ്ടംകുളത്തി ഏലാദി കപ്പ് സിറപ്പ്. मैडम टमाटर को एक्सरे की नजर से देखती हैं। लिपस्टिक के एक शेड के लिए 20 शेड्स ट्राई करती है।
फर्श के हर इंच का इंस्पेक्शन करती हैं। मैडम, एक बात पूछूं आपसे? आप हर चीज में डिटेल ढूंढते हो, तो फिर इंटरटेनमेंट में क्यों नहीं? असली HD चैनल्स देखने के लिए बुक अ न्यू वीडियोकॉन D2H HD कनेक्शन at just ₹1820. वीडियोकॉन D2H. പ്രമേഹത്തെ നിയന്ത്രിക്കൂ, ജീവിതം ആസ്വദിക്കൂ. KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ഡയാ ലിവ് ഫോർട്ട്. വെൽക്കം ബാക്ക് ടു ഷോർട്ട് കട്ട്സ്. ബാക്ക് ടു ദ പ്രീമിയറിംഗ്. ഒരാൾ എനിക്ക് വിടാമേൽ ഇവിടെ ഉണ്ട് ചന്ദ്രി, നീ എന്നും ഇവിടെ ഉണ്ടാവും. എന്തൊരു ക്യാരക്ടർ ഡീറ്റെയിൽ. ഈ ലോഹിദാസ് ഇത് എങ്ങനെ എഴുതിയുണ്ടോ? ഞാനെന്നും വിശ്വസിക്കുന്ന മലയാളം വരെ കണ്ട ഏറ്റവും മികച്ച സംവിധായകൻ ഭരതൻ ആണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റായിരിക്കാം, ഒരുപാട് ആളുകൾ ഉപയോഗിച്ചേക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സംവിധാനം എന്തെല്ലാം ഗുണങ്ങളാണ്. നല്ല ജീവിതാനുഭവങ്ങൾ വേണം. ഭരതന് നല്ല ജീവിതാനുഭവങ്ങളാണ്. സാഹിത്യബോധമുള്ള ആളാണ്, നാട്യബോധമുള്ള ആളാണ്, നല്ല സംഗീതബോധമുള്ള ആളാണ്. പാട്ടുകളെ കുറിച്ച് നല്ല സംഗീതബോധമുണ്ട് ഭരതൻ. അതുകൊണ്ടാണ് ഭരതന്റെ സിനിമകൾ എപ്പോഴും ഭയങ്കര ഭാവനയും അനുഭവവും സമ്മാനിക്കുന്നതായിരിക്കണം സിനിമ. സമീറേ, സമീർ, എന്താടാ? നീ ഇതെങ്ങോട്ടാ? ഞാൻ ഒരു യാത്ര പോകുന്നു. സമൂഹത്തിലേക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. എങ്ങോട്ട്? കുറച്ച് ജീവിതാനുഭവം കിട്ടുമെന്ന് നോക്കട്ടെ. നീ ഒരു 1000 രൂപ എടുത്ത്. 1000 രൂപയോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? നിനക്ക് വട്ടായോ? എടാ, വട്ടൊന്നും അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ. ഇനി എന്റെ ക്യാരക്ടറിനെ പറ്റി ഒരാളെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളു ബാക്കി കാര്യം. ഓഹോ, എന്താണാവോ നിന്റെ ക്യാരക്ടർ? നിഗൂഢത നിറഞ്ഞൊരു മനുഷ്യൻ, നിശബ്ദതയ്ക്ക് പിറകിലെന്തോ ഗൂഢമായ ലക്ഷ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരുവൻ. നീ പൈസ ഇടലിയ? ഇതാണോ നിന്റെ കഥാപാത്രം? ഇതിന് വിയറ്റ്നാം കോളനി സിനിമ എടുത്ത് കണ്ടാ പോരെ? നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലടേ. നീ ആ പൈസ ഇങ്ങോട്ട്. ഡേയ്, ഇതിനൊക്കെ വല്ല കണക്കുണ്ടാ? നീ വിഷമിക്കേണ്ട അളിയാ. എന്റെ പടത്തിന്റെ അഡ്വാൻസ് കിട്ടുന്ന അന്ന് നിന്റെ എല്ലാ കടവും ഞാൻ സെറ്റിൽ ചെയ്യും. ദൈവമേ, എന്നാണാവോ ആ സുദിനം? ഓ, പുച്ഛം. എടാ, എല്ലാ കലാകാരന്മാർക്കും ഉണ്ടായിരുന്നു പണ്ട് ഇതുപോലെ പുച്ഛിക്കുന്ന കുറെ കൂട്ടുകാർ. പിന്നീട് അവരെ ദൂരത്ത് ലജ്ജിച്ചിട്ടുണ്ട്. നീ അത് ഓർത്തോ? അത് സാരമില്ല, ഞാനും പിന്നീട് അങ്ങ് ദുഃഖിച്ചോളാം. കണ്ണടയ്ക്കുന്നതിന് മുമ്പെങ്കിലും ഒന്ന് ദുഃഖിക്കാൻ പറ്റിയാ മതിയായിരുന്നു. ഡേ, നിനക്ക് ഞാൻ ഒരു ഏണിയാണെന്ന് തോന്നി തുടങ്ങുന്നുണ്ടോ? ചുമ്മാ പറഞ്ഞല്ലേ അളിയാ, നീ അത് സീരിയസ് ആയിട്ട് എടുത്തോ. നീ പോയിട്ട് വരുമ്പോ ഒരു കുപ്പിയായിട്ട് വാ. പക്ഷെ ഞാൻ ഫുള്ള് എടുക്കും. നീ എന്തെങ്കിലും ഇട്. അല്ല, ഇന്ന് തന്നെ വരുമല്ലോ അല്ലേ? പിന്നെ കഥാപാത്രത്തെ കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വരും. അല്ല, ഞാൻ എവിടെ പോവാനാ? എന്നാ നീ ചെല്ലേ. നീ നടന്നന്വേഷിക്കുമ്പോ ഞാൻ കിടന്നന്വേഷിക്കാം. ഓക്കെ? ഓ, അവന്റെ ഫ്ലാറ്റ് പെള്ളിയും പുറത്താക്കരുത്. കോളേജ് അടുത്താഴ്ച തുറക്കുമെന്നല്ലേ പറഞ്ഞത്? ആ, എത്തിയ? അടിപൊളി, സൂപ്പർ. എടാ, ഇത് ശങ്കരേട്ടൻ. ഇത് സമീർ, എന്റെ ഫ്രണ്ടാ. ചേട്ടാ, അതോ വാ, കേട്ടാ.
ചേട്ടാ ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്താടാ ഏതാടാ? നീ ഒച്ച വെക്കല്ലേ, ഞാൻ പറയാം. എടാ ഞാൻ ബിവറേസി ക്യൂ ഒന്നില്ലേ, അപ്പൊ കിട്ടുന്ന അയാളെ ബിവറേസിന് മുമ്പിൽ. ആ എടാ എന്റെ മറ്റേ ക്യാരക്ടറില്ലേ, അതിന് പറ്റിയ റെഫറൻസ് അയാള്. ഇയാളാ? ആ മുഖത്താണെങ്കിൽ യാതൊരു വാമാറ്റവും ഇല്ല. ക്യൂലൊക്കെ നിൽക്കുമ്പോ എന്തൊരു നീ കൊടുത്തെന്ന് അറിയാമോ? ഞാൻ വന്ന ചേട്ടാ റൂമുണ്ട്, 2 അടിക്കാന്ന് പറഞ്ഞുള്ള പുള്ളികളുടെ പേരുകളെന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ ഓരോ ഏണികൾ വിളിച്ചോണ്ട് വരരുതെന്ന്. എടാ ഇത്തവണ നിങ്ങൾ ക്ഷമിക്കും ലാസ്റ്റ് ഒരിക്കലും ഉറപ്പുറപ്പ് പ്ലീസ് 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 ഇത്തവണ ക്ഷമിക്കട്ടാ പ്ലീസ്. ആ ചേട്ടൻ എവിടെ നിൽക്കുവായിരുന്ന? ചേട്ടാ അപ്പൊ തുടങ്ങുമല്ലേ? ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു യുവതിയെ തീവണ്ടിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പീഡിപ്പിക്കുക, പിന്നീട് തള്ളിയിട്ട് കൊല്ലുക, അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് അതിന് നേരിട്ടുള്ള ഒരു സാക്ഷിയില്ല എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ സ്വയം വേണമെങ്കിൽ രക്ഷപ്പെടാൻ തീവണ്ടിയിൽ നിന്ന് ചാടി താഴേക്ക് വീഴാം, അതിൽ പരിക്കേറ്റ് മരിക്കാം എന്ന യുക്തി പ്രയോഗിച്ച് കൊലക്കയറിൽ നിന്നോ ജീവപര്യന്തത്തിൽ നിന്നോ ഈ കൊലക്കുറ്റത്തിൽ നിന്നോ ഒക്കെ രക്ഷപ്പെടാം എന്ന് വരുന്ന അവസ്ഥ അത് നമുക്ക് അനുവദിക്കാവുന്നതല്ല. അത് യാത്ര ചെയ്യുന്ന ഓരോ സ്ത്രീക്കും എന്നും ഭീഷണിയാണ്. അതുകൊണ്ട് ആ അവസ്ഥ മാറ്റാനാണ് നാം ശ്രമിക്കേണ്ടത്. അങ്ങനെ ഉള്ള അന്വേഷണം. എന്തിനാണ് ന്യൂസ് വെക്കുന്നത്? വെറുതെ മനുഷ്യനെ ഉറപ്പിക്കാനായിട്ട്. നീ ഏതെങ്കിലും സിനിമ വെച്ച്? എടാ നീ അറിഞ്ഞോ, ആ ഗോവിന്ദസ്വാമിയെ വെറുതെ വിട്ടു. എന്താ അവസ്ഥ അല്ലേ? ഓ അറിഞ്ഞ് രാവിലെ മുതൽ ഇതിനല്ലേ കാണിച്ചോണ്ടിരിക്കുന്നത്. ഇവന്മാരെ ചർച്ച ആട്ടോ തോന്നുന്നു. ഇതെല്ലാം കേട്ടിട്ട് സുപ്രീം കോടതി ഇപ്പൊ തന്നെ അവനെ തൂക്കിക്കൊള്ളുന്നു. സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നാം നടത്തേണ്ടത് അതിൽ ആളൂർ എന്ന അഭിഭാഷകനോ അയാളെ ഇവനൊക്കെ വേണ്ടി കാശ് മുടക്കി ആരാ വക്കീലിനെ വെക്കുന്നത്? കഴിഞ്ഞ ദിവസം ഇങ്ങോട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, നീ കണ്ടിരുന്നോ? എന്തായാലും പുള്ളിയുടെ പേര് കൊള്ളാം, ആളൂർ. ആളെ ഊരിക്കൊടുക്കുന്നത്. ഷോർട്ട് കട്ട്സിൽ വീണ്ടും ഒരു ചെറിയ ഇടവേള. Malabar Gold and Diamonds. Shortcut brought to you by Malabar Gold and Diamonds. Brides of India. Celebrate the beauty of life. Celebrated by Indo Heritage International Aeropolis Private Limited, Pathanamthitta, and initiative by Global Indian Association, GIA. 1.5 നൂറ്റാണ്ടായി സന്ധിവേദനയ്ക്ക് ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സ്യൂൾ. ഭീമാ തൃപ്പൂണിത്തുറ തിരുവല്ല ഷോറൂമുകളുടെ ഉദ്ഘാടനോത്സവ മാമാങ്കത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. ഉദ്ഘാടനം മാർച്ച് 23 വ്യാഴാഴ്ച നമ്മുടെ തൃപ്പൂണിത്തുറയിൽ, മാർച്ച് 26 ഞായർ നമ്മുടെ തിരുവല്ലയിലും. ഭീമ ജുവൽസ്. 1.5 നൂറ്റാണ്ടായി ചുമയ്ക്ക് ആശ്വാസം നൽകുന്നു കണ്ടംകുളത്തി ഏലാദി കപ്പ് സിറപ്പ്. രാത്രി 8 മണിക്ക് പാടു നേടൂ. PC Hospital പാടു നേടൂ brought to you by Believers Church Medical College Hospital. പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറി. അനുഭവം അതാണ് സത്യം. Celebrated by Indo Heritage International Aeropolis Private Limited, Pathanamthitta, and initiative by Global Indian Association, GIA. In association with ഇൻറോയൽ സെയിൽ ഇതാ വീണ്ടും വന്നെത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഇൻറോയൽ ഷോറൂം ഉടൻ സന്ദർശിക്കും. വെൽക്കം ബാക്ക് ടു ദ ഷോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട് കട്ട്സ്. ബാക്ക് ടു ദ പ്രീമിയറിംഗ്.
ഒരു രഹസ്യം പറയട്ടെ, ഈ ഗോവിന്ദച്ചാമിയുടെ യഥാർത്ഥ പേരെന്താണെന്നറിയോ? ഇല്ല. ചാർലി തോമസ്. ചാർലി തോമസ് ഗോവിന്ദച്ചാമിയുടെ പേര്? ഒന്ന് പോടാ അവിടുന്ന്. അവന്റെ ഒരു കണ്ടുപിടുത്തം. സത്യമായിട്ടും അയാളെ മതം മാറ്റിയ സംഘടനയാണ് ആ വക്കീലിന് ഒപ്പിച്ചു കൊടുത്തത്. പിന്നെ എവന്റെയൊക്കെ മതം മാറ്റാൻ ആർക്കാണ് ഇത്ര ശുഷ്കാന്തി? ചുമ്മാ ഓരോ കോൺട്രോവേഴ്സി തീരോട്ട് റെയിൻകോളും. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. വിശ്വാസം ഇല്ലടാ. എടാ, വേൾഡ് ട്രേഡ് സെന്റർ അമേരിക്ക സ്വയം ബോംബിട്ട് പൊട്ടിച്ച നമ്മുടെ ടീമല്ലേ നീ? ആ നീതുലിന് അപ്പുറവും പറയും. അത് ഓടിച്ച 6 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഏക മകളെയോർത്ത് ഇന്നും വേദനയിലാണ് ഈ അമ്മ. മകളുടെ ഘാതകന് കീഴ്ക്കോടതികൾ വിധിച്ച തൂക്കുകയർ സുപ്രീം കോടതി ഇളവ് ചെയ്തെന്ന വാർത്ത നെഞ്ചുപൊട്ടിയാണ് സൗമ്യയുടെ അമ്മ കേട്ടത്. നെഞ്ചു പൊട്ടി പോകുന്ന വാക്കുകളാണ് സുപ്രീം കോടതി എനിക്ക് കേൾക്കേണ്ടി വന്നത്. ഇത്ര നേരം ഞാൻ നീതി കിട്ടുമെന്ന് വിചാരിച്ച ഞാനും ജീവപര്യന്തം അത് നമുക്ക് മനസ്സിലായി. പക്ഷെ അതുകൊണ്ടായില്ല. അവനെ തൂക്കുകാരൻ അവന് കൊടുക്കണം. അതാണ് എന്റെ ആവശ്യം. മകൾക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി ഏതറ്റം വരെ പൊരുതാനും തയ്യാറാണ്. എന്തൊരു അടിയാട്ടെ ഇത്. ഓമ്പോ അടി പോട്ടാ. ഇച്ചിരി വെള്ളമെങ്കിലും വെച്ചൂടെ? കോടതി കാണിച്ചത് വല്ലത്തെ ചതിയായപ്പോ അല്ലേ ഏട്ടാ? അതിന് കോടതി എന്ത് വിളിച്ചു? വക്കീല് കട്ടയ്ക്ക് വാദിച്ചാലേ കോടതി ശിക്ഷിക്കാൻ പറ്റും. അതും ശരിയാ. ഇവിടെ പാവപ്പെട്ട നമ്മളെ കാണൊരു പെൺകുട്ടിയെ 14 സെക്കൻഡ് നോക്കി അപ്പ പിടി യാത്ര. ഈ ഞരമ്പുരകൾ എന്ത് കാണിച്ചോട് ശിക്ഷയില്ല. ഇവിടെ പീഡനങ്ങൾ ഈ നടക്കും. ഗോവിന്ദച്ചാമി വരെ വീണ്ടും വരും. ചേട്ടാ, ഇത് ശരിയാവില്ല ചേട്ടാ. എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടാടിക്ക്. ഇത് ബാറൊന്നുമല്ല. മതി ചേട്ടാ, ഇറങ്ങിക്കോ. നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ പോയി അടിക്കുക. അതാ നല്ലത്. മതി. എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ തന്നെ വിളിച്ചോണ്ട് വന്നേ. അതിന്റെ മോനെ എന്താണ് നിനക്ക് അറിയേണ്ടത്? പറയടാ, നിനക്ക് എന്തറിയണം? കൊല്ലും ഞാൻ, കൊല്ലും ഞാൻ. മര്യാദക്കറി പോടോ. ഇനി ഇവിടുന്ന് തന്നെ കാലം എന്തെങ്കിലും പിടിക്കും. രണ്ടാമത്തെ മുറിവ് ട്രെയിനിൽ നിന്ന് പുറത്തുണ്ടായതാണെന്നുമാണ് പ്രധാനപ്പെട്ട ചേട്ടാ, എനിക്ക് ചേട്ടാ പോട്ടെ ചേട്ടാ. നമുക്ക് ഒന്നുകൂടെ അടിക്കാം. ഞാനൊരു കുടിയനല്ല. നിനക്കൊരു കാര്യം അറിയോ? 55 വയസ്സ് വരെ ഞാൻ ഒരു തുള്ളി മദ്യം കുടിച്ചിട്ടില്ല. കുടിക്കണമെന്ന് തോന്നിയിട്ടുമില്ല. കുടിക്കുന്നവരെന്റെ ദേവൂട്ടിക്ക് ഇഷ്ടവുമല്ല. 2 കൊല്ലം മുമ്പ് എന്റെ ദേവൂട്ടി ആ നായിന്റെ മോയി ഉപദ്രവിച്ചു കൊന്ന ശേഷം നിന്നെപ്പോലെ ഓരോരുത്തന്മാര് ദിവസം ഓരോ കുപ്പിയായിട്ട് എന്നെ കാണാൻ വരും, എന്റെ കഥ കേൾക്കാൻ. മനസ്സിന്റെ വിഷമം മാറ്റാൻ അവർ കൊണ്ടുവന്ന കുപ്പിയൊക്കെ ഞാൻ കുടിച്ചു. എന്നിട്ട് കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പോ വിഷമം കൂടി. അങ്ങനെ വീണ്ടും കുടിച്ചു. അങ്ങനെ കുടിച്ചാ ഞാനൊരു മുഴുക്കുടിയനായത്. കഴിഞ്ഞ 2 കൊല്ലമായി ഇതും തലേണരടി വെച്ചാ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നു. അവനെ കൊന്നിട്ട് ജയിലിൽ പോകണമെന്ന് പലതവണ വിചാരിച്ചതാ. പക്ഷേ 25 കൊല്ലം കോടതിയിൽ ഗുമസ്തനായി ജോലി ചെയ്ത ഞാൻ നീതിപീഠത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ കണ്ടില്ലേ, ഇവനെ പോലുള്ള കൊടും ക്രിമിനലുകൾക്ക് വാദിക്കാൻ സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലന്മാർ.
എല്ലാം കഴിഞ്ഞപ്പോ ആ പൊലയാടി മോനെതിരെ തെളിവില്ല പോലും. ഇനി എനിക്കൊന്നും നോക്കാനില്ല. നാളെയാണ് എന്റെ കേസിന്റെ വിധി. അവനും വെച്ചിട്ടുണ്ട് മുന്തിയൊരു വക്കീലിനെ. ഒരു കാര്യം ഉറപ്പാ, കോടതി വെറുതെ വിട്ടാലും അവൻ ജീവനോടെ വീട്ടിൽ പോവില്ല. നീതിയും ന്യായവും ഒക്കെ ഞാൻ നടപ്പാക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ പ്രതിപാദിച്ചത്. കൊച്ചുകുട്ടികളെന്നില്ല, മുതിർന്നവരെന്നില്ല, പ്രശസ്തരെന്നില്ല, വൃദ്ധരെന്നില്ല, എല്ലാവർക്കും ആരും സേഫ് അല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇന്ത്യയിലാണെങ്കിലും പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഫെസ്റ്റിവൽസോ പ്രദർശനങ്ങളോ ആ രീതിയിൽ എവിടെയെങ്കിലും? ഒരുപാട് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസിന് ഞങ്ങൾ അയച്ചിട്ടുണ്ട്. 2 ഫെസ്റ്റിവൽസിൽ കോമ്പറ്റീഷൻ കാറ്റഗറിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാംഗ്ലൂരിലുള്ള ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, പിന്നെ കൊച്ചിൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലും ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു റിവ്യൂ? വളരെ നല്ല പ്രതികരണമായിരുന്നു. ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു 250-300ഓളം പേര് ആ ഷോർട്ട് ഫിലിം ഷെയർ ചെയ്യുകയും അവരുടെ കമന്റുകളൊക്കെ ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനിയും ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് കുറച്ച് മോറൽ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇനിയും വലിയ വലിയ പ്രോജക്ട്സുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഷോർട്ട് കട്ട്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്നേഹോപഹാരം നൽകുകയാണ്. അത് സ്വീകരിക്കുക. താങ്ക് യു. അനീതിക്ക് നേരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു കൽക്കി എന്ന ഈ ഷോർട്ട് ഫിലിം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്ന് ഞങ്ങളുടെ ഷോയിൽ പങ്കെടുത്തതിന്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഷോർട്ട് കട്ട്സിലൂടെ ഇന്ന് നമ്മൾ പ്രീമിയർ ചെയ്ത കൽക്കി എന്ന ഷോർട്ട് ഫിലിം ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് പ്രതിപാദിച്ചത്. അപ്പം എന്തായാലും ഈ നല്ല ഷോർട്ട് ഫിലിം പ്രീമിയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഷോർട്ട് കട്ട്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഷോർട്ട് കട്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലോ അതല്ല നിങ്ങളുടെ ഏതെങ്കിലും ഷോർട്ട് ഫിലിം ഞങ്ങളുടെ ഒരു ഷോയിൽ പ്രീമിയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലോ അതേക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ഇതാണ്: ടു ദ പ്രൊഡ്യൂസർ, ഷോർട്ട് കട്ട്സ്, ജനം TV, പറയത്ത് ബിൽഡിംഗ്, ഓൾഡ് ബാങ്ക് റോഡ്, ആലുവ 683101. Our email ID shortcuts@janamtv.com. ഷോർട്ട് കട്ട്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ നമ്മൾ വീണ്ടും കാണും ഷോർട്ട് കട്ട്സിന്റെ അടുത്ത എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് ഡോക്ടർ ദിവ്യ സൈനിങ് ഓഫ് ഫ്രം ഷോർട്ട് കട്ട്സ്. Malabar Gold and Diamonds. Shortcut brought to you by Malabar Gold and Diamonds. Brides of India. Celebrate the beauty of life. Celebrated by Indo Heritage International Aeropolis Private Limited, Pathanamthitta, an initiative by Global Indian